ബ്രേക്കപ്പിനു ശേഷം ബന്ധം അവസാനിപ്പിക്കാത്തപ്പോൾ എന്ത് സംഭവിക്കും? വേർപിരിയലുകൾ ബുദ്ധിമുട്ടാണ്, പക്ഷേ അവയെ കൂടുതൽ കഠിനമാക്കുന്നത് ഒരു അവസാനത്തിന്റെ അഭാവമാണ്. വ്യക്തമായ വിശദീകരണമോ പരസ്പര സംഭാഷണമോ വൈകാരിക പരിഹാരമോ ഇല്ലാതെ ഒരു ബന്ധം അവസാനിക്കുമ്പോൾ അത് ആശയക്കുഴപ്പത്തിന്റെയും വേദനയുടെയും ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങളുടെയും ഒരു പാത അവശേഷിപ്പിച്ചേക്കാം. മനുഷ്യ മനസ്സ് അർത്ഥത്തിനായി കൊതിക്കുന്നു. അത് നിഷേധിക്കപ്പെടുമ്പോൾ നമ്മൾ പലപ്പോഴും അമിതമായി ചിന്തിക്കുന്നതിന്റെയും സ്വയം കുറ്റപ്പെടുത്തുന്നതിന്റെയും ഉത്കണ്ഠയുടെയും വൈകാരിക ക്ലേശത്തിന്റെയും ചക്രങ്ങളിൽ കുടുങ്ങിപ്പോകുന്നു. ഒരു ബന്ധം അവസാനിക്കുമ്പോൾ ബന്ധം വേർപെടുത്തുന്നത് ഒരു വ്യക്തിയെ വൈകാരികമായി അനുഭവത്തെ ആഗിരണം ചെയ്യാനും അതിന് പിന്നിലെ കാരണങ്ങളുമായി പൊരുത്തപ്പെടാനും സഹായിക്കുന്നു. സാധാരണയായി വേർപിരിയലിനെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ നേടുക, പരിഹരിക്കപ്പെടാത്ത വികാരങ്ങൾ പരിഹരിക്കുക, വൈകാരിക പൂർണ്ണതയുടെ ഒരു ബോധം നൽകുന്ന ഒരു അന്തിമ സംഭാഷണം നടത്തുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ബന്ധങ്ങൾ അവസാനിക്കുന്നത് ഒരു ചവിട്ടുപടിയായി വർത്തിക്കുന്നു. ഇത് ഹൃദയത്തെയും മനസ്സിനെയും യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാനും രോഗശാന്തിയിലേക്കും വ്യക്തിപരമായ വളർച്ചയിലേക്കുമുള്ള യാത്ര ആരംഭിക്കാനും അനുവദിക്കുന്നു. അടയ്ക്കാതെ സുഖപ്പെടുത്താൻ കഴിയുമോ? അടച്ചുപൂട്ടൽ സഹായകരമാകാം, പക്ഷേ രോഗശാന്തിക്ക് അത് അത്യാവശ്യമല്ല. വ്യക്തതയും വൈകാരിക ആശ്വാസവും നൽകാൻ ഇതിന് കഴിയുമെങ്കിലും അതില്ലാതെയും രോഗശാന്തി സാധ്യമാണ്. പ്രതീക്ഷിച്ച ഉത്തരങ്ങൾ ലഭിക്കാതെ തന്നെ പല വ്യക്തികളും മനസ്സിനെ ഉപേക്ഷിച്ച് ജീവിതം പുനർനിർമ്മിക്കാൻ പഠിച്ചിട്ടുണ്ട്. ആത്മപരിശോധന, വൈകാരിക വളർച്ച, മാറ്റാൻ കഴിയാത്തതിനെ അംഗീകരിക്കൽ എന്നിവയിലൂടെ നിലനിൽക്കുന്ന ഭയം, ഏകാന്തത അല്ലെങ്കിൽ ആത്മാഭിമാനം കുറഞ്ഞതിനിടെ പോലും നിങ്ങൾക്ക് സ്വന്തമായി ഒരു അടച്ചുപൂട്ടൽ സൃഷ്ടിക്കാനും നിങ്ങളുടെ സമാധാനം വീണ്ടെടുക്കാനും കഴിയും. അടച്ചുപൂട്ടലിന്റെ മാനസിക ആവശ്യം. ഒരു ബന്ധം അവസാനിക്കുന്നതിന്റെ വൈകാരികമായ നിഗമനമോ ധാരണയോ ആണ് അടച്ചുപൂട്ടൽ. ബന്ധം വേർപിരിയലിന്റെ കാരണങ്ങളെക്കുറിച്ചുള്ള സത്യസന്ധമായ ആശയവിനിമയം, പങ്കിട്ട അനുഭവങ്ങളുടെ അംഗീകാരം, ചിലപ്പോൾ ക്ഷമ എന്നിവ സാധാരണയായി ഉൾപ്പെടുന്നു. അടച്ചുപൂട്ടൽ കൂടാതെ മനസ്സ് വൈകാരികമായി സ്ഥിരത കൈവരിക്കാൻ പാടുപെടുകയും അനിശ്ചിതത്വത്തിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. ഇതുപോലുള്ള ചോദ്യങ്ങൾ: എന്താണ് കുഴപ്പം സംഭവിച്ചത്? അത് എന്റെ തെറ്റാണോ? അവർ എപ്പോഴെങ്കിലും ശരിക്കും ശ്രദ്ധിച്ചിരുന്നോ? ആവർത്തിച്ച് കളിക്കുക. വൈകാരിക ആഘാതത്തെ കൈകാര്യം ചെയ്യാനും കുഴപ്പങ്ങൾ മനസ്സിലാക്കാനും നിങ്ങളുടെ തലച്ചോറ് ശ്രമിക്കുന്ന ഒരു മാർഗമാണ് ഈ മാനസിക ലൂപ്പ്. ഇത് പലപ്പോഴും ഉത്കണ്ഠ, കുറ്റബോധം, വിഷാദം എന്നിവയുടെ ലക്ഷണങ്ങൾ വഷളാക്കുന്നു. പരിഹരിക്കപ്പെടാത്ത വേർപിരിയലുകളുടെ വൈകാരിക പരിണതഫലങ്ങൾ. ഒരു ബന്ധം വേർപെടുത്താതെ ഉണ്ടാകുന്ന വൈകാരിക ആഘാതം തീവ്രമായിരിക്കും. സാധാരണ പ്രതികരണങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു: അമിതമായി ചിന്തിക്കുന്നതു. ഓരോ സംഭാഷണമോ വാചകമോ വിശകലനം ചെയ്ത് മറഞ്ഞിരിക്കുന്ന അർത്ഥങ്ങൾക്കായി തിരയേണ്ടി വന്നേക്കാം. ഈ ചിന്ത ഉത്കണ്ഠ വർദ്ധിപ്പിക്കുകയും വൈകാരിക വീണ്ടെടുക്കൽ കൂടുതൽ പ്രയാസകരമാക്കുകയും ചെയ്യും. സ്വയം കുറ്റപ്പെടുത്തലും കുറ്റബോധവും. ഉത്തരങ്ങളില്ലാതെ പലരും വേർപിരിയലിനെ ആന്തരികമായി മനസ്സിലാക്കുന്നു: അത് ഞാനായിരിക്കണം. ഇത് വിട്ടുമാറാത്ത കുറ്റബോധത്തിലേക്കും ആത്മാഭിമാനക്കുറവിലേക്കും നയിച്ചേക്കാം, പ്രത്യേകിച്ച് ഇതിനകം തന്നെ അരക്ഷിതമായ അടുപ്പമോ പൂർണ്ണതാ പ്രവണതകളോ നേരിടുന്ന വ്യക്തികൾക്ക്. വൈകാരിക ആശയക്കുഴപ്പം. നിങ്ങൾക്ക് ഇപ്പോഴും സ്നേഹം, കോപം, നീരസം, ആഗ്രഹം എന്നിവയെല്ലാം ഒരേ സമയം തോന്നിയേക്കാം. ഒരു നിശ്ചിത അവസാനമില്ലാതെ നിങ്ങളുടെ വികാരങ്ങളെ പ്രോസസ്സ് ചെയ്യുന്നതിനോ വർഗീകരിക്കുന്നതിനോ ബുദ്ധിമുട്ടായിത്തീരുന്നു. ഇത് വൈകാരിക അസ്ഥിരയ്ക്കും മുന്നോട്ടു പോകാനുള്ള ഭയത്തിനും കാരണമാകുന്നു. ഏകാന്തതയും ഒറ്റപ്പെടലും. പെട്ടെന്നുള്ള നിശബ്ദയും ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങളും കൂടിച്ചേർന്ന് ഒരു വലിയ ഏകാന്തത സൃഷ്ടിക്കും. മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് വേർപിരിയൽ അനുഭവപ്പെടാം, ആരെയാണ് വീണ്ടും ആശ്രയിക്കേണ്ടതെന്ന് ഉറപ്പില്ലായിരിക്കാം. വീണ്ടും വിശ്വസിക്കാൻ ബുദ്ധിമുട്ട്. വിശദീകരിക്കാനാകാത്ത ഒരു വേർപിരിയൽ ഭാവി ബന്ധങ്ങളിൽ വിശ്വസിക്കാൻ പ്രയാസകരമാക്കും. വീണ്ടും ബന്ധം വേർപെടുത്തപ്പെടുമോ എന്ന ഭയം വൈകാരിക ജാഗ്രതയിലേക്കും അടുപ്പം ഒഴിവാക്കുന്നതിലേക്കും നയിച്ചേക്കാം. ആളുകൾ എന്തുകൊണ്ട് ക്ലോഷർ നൽകുന്നില്ല, എന്തുകൊണ്ടാണ് അടച്ചുപൂട്ടൽ നൽകാത്തതെന്ന് മനസ്സിലാക്കുന്നത് വേദനയെ ഇല്ലാതാക്കണമെന്നില്ല, പക്ഷേ കുറ്റബോധത്തിൽ നിന്നും സ്വയം കുറ്റപ്പെടുത്തലിൽ നിന്നും സഹാനുഭൂതിയിലേക്കോ അകൽച്ചയിലേക്കോ ശ്രദ്ധ മാറ്റാൻ അത് സഹായിക്കും. ഒഴിവാക്കൽ. അവർ ഏറ്റുമുട്ടലിനെ ഭയപ്പെടുകയോ സംഭാഷണത്തെ നേരിടാൻ കഴിയാത്തത്ര കുറ്റബോധം തോന്നുകയോ ചെയ്തേക്കാം. വൈകാരിക പക്വതയില്ലായ്മ. ചില ആളുകൾക്ക് ആശയവിനിമയ കഴിവുകളോ ഒരു ബന്ധം അവസാനിപ്പിക്കാൻ ആവശ്യമായ വൈകാരിക അവബോധമോ ഇല്ല. കൃത്രിമത്വം അല്ലെങ്കിൽ നിയന്ത്രണം. അടച്ചുപൂട്ടൽ തടഞ്ഞുവയ്ക്കുന്നത് ഒരുതരം വൈകാരിക കൃത്രിമത്വമായിരിക്കാം. പെട്ടെന്നുള്ള ബന്ധം വേർപെടുത്തൽ. ചിലപ്പോൾ ഒരു വ്യക്തി വേർപിരിയലിന് വളരെ മുമ്പുതന്നെ വൈകാരികമായി പരിശോധിക്കുകയും വിശദീകരിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുകയും ചെയ്യും. ഈ കാരണങ്ങൾ വൈകാരിക മുറിവിനെ ന്യായീകരിക്കുന്നില്ലെങ്കിലും ആ നിശബ്ദത നിങ്ങളുടെ അപര്യാപ്തതയെയല്ല, മറിച്ച് അവരുടെ പരിമിതികളെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് തിരിച്ചറിയാൻ അവ നിങ്ങളെ സഹായിക്കുന്നു. അടച്ചുപൂട്ടലില്ലാത്ത രോഗശാന്തി പ്രക്രിയ. അടച്ചുപൂട്ടലില്ലാതെ സുഖപ്പെടുത്തൽ സാധ്യമാണെന്ന് മാത്രമല്ല, അത് ആഴത്തിൽ ശാക്തീകരിക്കുകയും ചെയ്യും. എങ്ങനെയെന്ന് ഇതാ. വേദനയെ അംഗീകരിക്കുക. ഏകാന്തത, സങ്കടം, കോപം,
കുറ്റബോധം എന്നിവയുൾപ്പെടെ നിങ്ങളുടെ എല്ലാ വികാരങ്ങളും അനുഭവിക്കാൻ നിങ്ങൾക്ക് സ്വയം അനുവാദം നൽകുക. അവയെ മൂടിവയ്ക്കുന്നത് രോഗശാന്തിയെ വൈകിപ്പിക്കുന്നു. ജേണലിംഗ് അല്ലെങ്കിൽ വികാരപരമായ എഴുത്ത് വൈകാരിക കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. നിങ്ങളുടെ ക്ലോഷർ സൃഷ്ടിക്കുക. നിങ്ങളുടെ മുൻ കാമുകിക്ക് ഒരു കത്ത് എഴുതുക, അത് അയയ്ക്കാനല്ല, മറിച്ച് നിങ്ങൾക്കായി തന്നെ. നിങ്ങളുടെ ചിന്തകൾ, വികാരങ്ങൾ, പരിഹരിക്കപ്പെടാത്ത ചോദ്യങ്ങൾ എന്നിവ പ്രകടിപ്പിക്കുക. വൈകാരികമായ ഈ വിടുതൽ നിങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും ശാന്തമാക്കാൻ സഹായിക്കും. സിസ്റ്റർ, നെഗറ്റീവ് ചിന്തകളെ വെല്ലുവിളിക്കുക. എന്റെ കൈവശമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഞാൻ പരമാവധി ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോരാ എന്ന ചിന്തയെ സൗമ്യമായി പുനഃക്രമീകരിക്കുക. ഈ മാറ്റം കുറ്റബോധം കുറക്കാനും സ്വയം അനുകമ്പ വളർത്താനും സഹായിക്കും. വൈകാരിക അതിരുകൾ നിശ്ചയിക്കുക. നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുക. നിങ്ങളുടെ മുൻ കാമുകന്റെ സോഷ്യൽ മീഡിയ സാന്നിധ്യം വേദനയോ ഭയമോ ഉണ്ടാക്കുന്നുവെങ്കിൽ അവരെ നിശബ്ദമാക്കുകയോ പിന്തുടരുന്നത് ഒഴിവാക്കുകയോ ചെയ്യുന്നത് പരിഗണിക്കുക. രോഗശാന്തിക്ക് ഓർമ്മപ്പെടുത്തലുകളല്ല, പകരം ഇടം ആവശ്യമാണ്. ഒരു തെറാപ്പിസ്റ്റുമായി സംസാരിക്കുക. പ്രൊഫഷണൽ പിന്തുണ വിലമതിക്കാനാവാത്തതാണ്. നിങ്ങൾക്ക് ആഘാതം കൈകാര്യം ചെയ്യാനും പാറ്റേണുകൾ മനസ്സിലാക്കാനും നിങ്ങളുടെ ആത്മാഭിമാന ബോധം വീണ്ടെടുക്കാനും തെറാപ്പിയുടെ പിന്തുണയോടെ ശക്തിയും വ്യക്തതയും നേടാനും കഴിയും. വേദനയെ വളർച്ചയാക്കി മാറ്റുന്നു. വേദനാജനകമാണെങ്കിലും അടച്ചുപൂട്ടലില്ലാത്ത ഒരു വേർപിരിയൽ ആഴത്തിലുള്ള സ്വയം വളർച്ചയെ ഉത്തേജിപ്പിക്കും. സമയവും പിന്തുണയുമുണ്ടെങ്കിൽ ഇത് നിങ്ങളെ സഹായിക്കും. ഭയം, കുറ്റബോധം, ദുഃഖം തുടങ്ങിയ സങ്കീർണമായ വികാരങ്ങളെ കൈകാര്യം ചെയ്യാൻ പഠിക്കുമ്പോൾ വൈകാരിക ബുദ്ധി വികസിപ്പിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ, അതിരുകൾ, മൂല്യങ്ങൾ എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ നേടുക. എല്ലാ ദിവസവും കഷണങ്ങൾ തിരഞ്ഞെടുത്ത് സ്വയം തെരഞ്ഞെടുക്കുന്നതിലൂടെ പ്രതിരോധശേഷി വളർത്തിയെടുക്കുക. മുന്നോട്ടു പോകാൻ എപ്പോഴും അടച്ചുപൂട്ടൽ ആവശ്യമില്ല. ഏറ്റവും ശക്തമായ തിരിച്ചറിവുകളിൽ ഒന്ന് ഇതാണ്. മറ്റാരുടെയും അംഗീകാരമില്ലാതെ നിങ്ങൾക്ക് സുഖപ്പെടുത്താൻ കഴിയും. എല്ലായ്പ്പോഴും ഒരു സംഭാഷണത്തിൽ നിന്ന് മാത്രം അവസാനിക്കണമെന്നില്ല. ചിലപ്പോൾ ഉത്തരങ്ങൾക്കായി കാത്തിരിക്കുന്നത് നിർത്തി സ്വന്തമായി എഴുതാൻ തുടങ്ങാനുള്ള നിശബ്ദ തീരുമാനമായിരിക്കും അത്. വേദനയ്ക്ക് പകരം സമാധാനവും, സ്വയം സംശയത്തിന് പകരം ആത്മസ്നേഹവും, ആശയക്കുഴപ്പത്തിന് പകരം അർത്ഥവും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. തീരുമാനം. അവസാനമില്ലാത്ത വേർപിരിയലുകൾ വൈകാരികമായി ക്രൂരമാണ്. അവ നിങ്ങളെ ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങളുടെയും സംഘർഷഭരിതമായ വികാരങ്ങളുടെയും ഒരു കടലിൽ കുടുക്കിയിടുന്നു. എന്നാൽ രോഗശാന്തി സാധ്യമാണ്. സമയം, ആത്മപരിശോധന, പിന്തുണ എന്നിവയാൽ നിങ്ങൾക്ക് ഈ വേദനയെ ശക്തിയാക്കി മാറ്റാൻ കഴിയും. ഒരു ബന്ധം അവസാനിപ്പിക്കുന്നത് നിങ്ങളുടെ വില കുറയ്ക്കുന്നില്ല എന്ന് ഓർമ്മിക്കുക. ഹൃദയവേദനയിൽ നിന്ന് നിങ്ങൾ എങ്ങനെ ഉയരുന്നു, നിങ്ങളുടെ മുറിവുകൾ എങ്ങനെ പരിപാലിക്കുന്നു, എങ്ങനെ വളരുന്നു എന്നതിലാണ് നിങ്ങളുടെ യഥാർത്ഥ മൂല്യം വെളിപ്പെടുന്നത്. ഹെൽപ്പ് ലൈൻ നമ്പറുകളെക്കുറിച്ച് കൂടുതലറിയാൻ ദയവായി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ജീവിതം സുന്ദരമാണ്. ഹൃദയത്തോട് ചേർന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ. ജീവിതം എപ്പോഴും ആകാംക്ഷ നിറഞ്ഞതായിരിക്കില്ല. സന്തോഷത്തോടൊപ്പം കണ്ണീരും വിജയത്തോടൊപ്പം പരാജയങ്ങളും അങ്ങേയറ്റത്തെ പ്രതീക്ഷയ്ക്കൊപ്പം ചിലപ്പോൾ നിരാശയും കൂടിയുണ്ടാകും. എങ്കിലും ജീവിതം സുന്ദരമാണ്. കുട്ടിയുടെ ചിരിയിൽ, ഒരു അമ്മയുടെ കരുതലിൽ, ഒരു സുഹൃത്തിന്റെ ചൂടുള്ള സന്ദേശത്തിൽ. സുന്ദരത്വം നമുക്ക് നമ്മളറിയാതെ തൊട്ടുനിൽക്കുന്നു. ഓരോ നിമിഷവും ഒരു വൃക്ഷത്തിന്റെ ഇലപൊഴിയുന്ന ശബ്ദം പോലെയാണ്. നന്നായി കേട്ടാൽ അതിനുള്ളിൽ സംഗീതമുണ്ട്. ജീവിതത്തിന്റെ ചെറിയ സന്തോഷങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോഴാണ് നാം അതിന്റെ യാഥാർത്ഥ്യ സൗന്ദര്യം കാണുന്നത്. ചില ദുഃഖങ്ങൾ ജീവിതത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു. ചില സന്തോഷങ്ങൾ അതിന്റെ മൂല്യത്തെ ഓർമ്മപ്പെടുത്തുന്നു. ജീവിതം സുന്ദരമാണ്. അതിന്റെ ആഴവും പരപ്പവും ഉൾക്കൊണ്ടാൽ മാത്രമേ നാം അതിന്റെ ഭംഗി കാണുകയുള്ളൂ. ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോകൾ കാണുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.